നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യമെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഒരുവിധ മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളായി പ്രചാരണ പരിപാടികളും അതുപോലെ വോട്ടർമാരെ കാണുന്ന തിരക്കുമെല്ലാമായി ഓടി നടക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകളും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വലവിരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ട്രെയിനിൽ നിന്ന് കോടികൾ പിടികൂടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ്. ചെന്നൈ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 4 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ BJP പ്രവർത്തകരടക്കം 3 പേർ അറസ്റ്റിലായി. സതീഷ്, നവീൻ, പെരുമാൾ എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് പണം പിടിച്ചെടുത്തത്. ഇന്നലെ രാത്രി ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിൽ നിന്നാണ് 6 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണം കണ്ടെടുത്തത്. BJP സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൊണ്ടുപോയതെന്ന് പിടിയിലായ പ്രതികൾ മൊഴി നൽകിയതായി സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയ പണമാണ് പിടിച്ചെടുത്തതെന്നാണ് സംശയം. അറസ്റ്റിലായവർ നയനാർ നാഗേന്ദ്രന്റെ ഹോട്ടലിലെ ജീവനക്കാരാണെന്നാണ് പോലീസ് പറഞ്ഞു. പിടിയിലായ 3 പേരെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാമെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഏപ്രിൽ 19-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 17-ന് വൈകിട്ട് പ്രചാരണം അവസാനിക്കും. ഇതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതിയായ രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ കൊണ്ടുപോവുകയാണെങ്കിൽ പിടി വീഴും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെ ഭാഗമായാണിത്. കൂടാതെ രാഷ്ട്രീയ പ്രമുഖരുടെ സ്വകാര്യ വാഹനങ്ങളും ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർക്ക് കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന ദിവസം വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരിക്കും. മാതൃകാ പെരുമാറ്റ പ്രകാരം സർക്കാർ സ്ഥാപനങ്ങൾ, അവയുടെ ക്യാമ്പസുകൾ എന്നിവിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും യാതൊരുവിധ പ്രചാരണ സാമഗ്രികളും പാടില്ല. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രചാരണ സാമഗ്രികൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ആ വ്യക്തിയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം വേണം. ഈ നിബന്ധനകൾ പാലിക്കാത്ത പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യും. ജാഥകൾ, പൊതുയോഗങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ മുൻകൂട്ടി പ്രാദേശിക പോലീസ് അധികാരികളെ അറിയിക്കണം. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തി തടയുന്നതിനും തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായി ഓരോ സംസ്ഥാനങ്ങളിലും ജില്ലകൾ കേന്ദ്രീകരിച്ച് ഫ്ലൈയിങ് സ്ക്വാഡുകളും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി, ഏജന്റ്, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ 50,000 രൂപയിൽ കൂടുതൽ സൂക്ഷിക്കുന്നതും മദ്യം, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ്. ഇവ പിടിച്ചെടുക്കുകയും ജനപ്രാതിനിധ്യ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. നാമനിർദ്ദേശ പത്രിക നൽകുന്നത് മുതലുള്ള ചിലവുകൾ സ്ഥാനാർത്ഥിയുടേതായി കണക്കാക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളും വളപ്പിലും മറ്റും നിയമവിരുദ്ധമായി സ്ഥാപിച്ച ചുവരെഴുത്ത്, പോസ്റ്റർ, ഹോർഡിംഗ്, കട്ടൌട്ട്, ബാനറുകൾ, കൊടികൾ, മറ്റ് പ്രചാരണ സാമഗ്രികൾ എന്നിവയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് 24 മണിക്കൂറിനുള്ളിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് അവ നീക്കം ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്.